ബാക്ക് ടു ഓൾ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ 33ാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്ഇൻഫെക്ഷനാണ് പറയാൻ പോകുന്നത്. നമ്മളപ്പോൾ ഫിൽട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഡിസ്ഇൻഫെക്ഷൻ. നമ്മളപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത്. നമ്മുടെ വെള്ളത്തിലൊക്കെ പലതരം രോഗങ്ങൾ പരത്തുന്ന ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജനിക് ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പം അവയെ വെള്ളത്തിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതാണ്, അനിവാര്യമാണ്. അപ്പം അങ്ങനെ ഈ പാത്തോജനിക് ബാക്ടീരിയയെ വെള്ളത്തിൽ നിന്നും ഒഴിവാക്കുന്ന മെത്തേഡാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ചില പ്രത്യേകതരം കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പാത്തോജനിക് ബാക്ടീരിയയെ വെള്ളത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കെമിക്കൽസിനെ ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയാനുള്ളത് എന്താണ് സ്റ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയകളെ, ഇത്തരത്തിലുള്ള പാത്തോജനിക് ബാക്ടീരിയകളെ വെള്ളത്തെ തിളപ്പിച്ചിട്ട് റിമൂവ് ചെയ്യുന്നതാണ് സ്റ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് ആലോചിച്ചോളാം, എന്താണ് ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് ആലോചിച്ചോളാം, പിന്നെ എന്താണ് സ്റ്റീരിയലൈസേഷൻ. ഈ മൂന്നും ഈ ഒരു പോർഷനിൽ പഠിക്കാം. ഇനി അടുത്തത് എന്താണ് ഡിസ്ഇൻഫെക്ഷൻ്റെ നെസസിറ്റി, ആവശ്യകത. നമുക്കറിയാം, നമ്മളിപ്പം കുടിക്കുന്ന വെള്ളത്തിൽ ഈ പാത്തോജനിക് ബാക്ടീരിയാസൊക്കെ കലർന്നു കഴിഞ്ഞാൽ പലതരം അസുഖങ്ങളുണ്ടാവും. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരം അസുഖങ്ങൾ, വയറിളക്കം, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള പാത്തോജനിക് ബാക്ടീരിയയെ വെള്ളത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പാത്തോജനിക് ബാക്ടീരിയാസിന് പുറമെ ഇനോർഗാനിക് സോൾട്ട്, കളറ്, ഓഡർ, ടേസ്റ്റ്, അയൺ ആൻഡ് മാംഗനീസ് ഇതൊക്കെ വെള്ളത്തിൽ കലരുന്നതും എന്താണ്, അത് വളരെ ഡേഞ്ചറാണ്. അതായത് അയണിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഇനോർഗാനിക് സോൾട്ടിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ടേസ്റ്റ്, ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഈ പാത്തോജനിക് ബാക്ടീരിയ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇനോർഗാനിക് സോൾട്ട്, കളറ്, ഓഡർ എന്ന് പറഞ്ഞാൽ മണമാണ് കേട്ടോ, ടേസ്റ്റ് രുചിയാണ്. ഓക്കെ, പിന്നെ അയൺ, മാംഗനീസ് ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ നെസസിറ്റി. കാരണം ഡിസീസസ് ഒന്നും പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാത്തോജനിക് ബാക്ടീരിയസിനും മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യുന്നതാണ് ഈ ഡിസ്ഇൻഫെക്ഷൻ്റെ നെസസിറ്റി. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാം. ആദ്യത്തെ മെത്തേഡാണ് ക്ലോറിനേഷൻ. അതായത് വെള്ളത്തിലേക്ക് ക്ലോറിൻ അടങ്ങിയ കോമ്പൗണ്ടുകളോ ആഡ് ചെയ്ത് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നുവെങ്കിൽ അതാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ക്ലോറിൻ നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. ഇത് കളറ്, ഓഡർ, പിന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇതൊക്കെ തന്നെ റിമൂവ് ചെയ്യും. അതിനോടൊപ്പം തന്നെ പാത്തോജനിക് ബാക്ടീരിയാസിനെയും ക്ലോറിൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് വളരെ ചീപ്പാണ്, നമുക്ക് വളരെ റിലയബിളുമാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമുള്ളൊരു മെത്തേഡും കൂടിയാണ്. ഇനി ഡിസ്ഇൻഫെക്ഷൻ ആക്ഷൻ ഓഫ് ക്ലോറിൻ. എങ്ങനെയാണ് ക്ലോറിൻ്റെ ഡിസ്ഇൻഫെക്ഷൻ ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഈ ക്ലോറിൻ വാട്ടറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഹൈപ്പോക്ലോറേറ്റ് അയണുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലോറിനുകൾ ലഭിക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടൊക്കെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ക്ലോറിൻ പുറത്തു വരും. ആ ക്ലോറിൻ എന്ത് ചെയ്യും, ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്തോളും. പിന്നെ ഇതിന് പുറമെ ഈ വാട്ടറുമായിട്ടുള്ള ചേർന്ന കോമ്പൗണ്ടിന് പുറമെ അമോണിയ ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് മോണോക്ലോറമീൻ, ഡൈക്ലോറമീൻ എന്നീ കോമ്പൗണ്ടുകളും ഉണ്ടാകാറുണ്ട്. ഈ കോമ്പൗണ്ടുകളും വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ക്ലോറിൻ റിലീസാവും. അങ്ങനെ ക്ലോറിൻ എന്ത് ചെയ്യും, ഡിസ്ഇൻഫെക്ഷൻ നടത്തിക്കോളും.
അപ്പോൾ ഈ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയാസിൻ്റെ പുറമേയുള്ള സെല്ലിലെ അതിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് ആ ബാക്ടീരിയാസിനെ കൊല്ലുന്നത്. ഓക്കെ, ഇനി ഫോംസ് ഓഫ് ക്ലോറിനേഷനാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഫോം ഓഫ് ക്ലോറിനേഷനാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാറില്ലേ, ഇതിനെ ഹൈപ്പോക്ലോറേറ്റ് എന്നും പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലോറാമീൻ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ക്ലോറാമീൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ക്ലോറിൻ ഡൈ ഓക്സൈഡ് കൊടുക്കാറുണ്ട്. ഫ്രീ ക്ലോറിൻ ഗ്യാസ് കൊടുക്കാറുണ്ട്. ലിക്വിഡ് ക്ലോറിനുകളും നമ്മൾ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാറുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള ലൈം ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഈ കൂടുതൽ ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽഷ്യം ഓക്സൈഡാണ് അല്ലേ. കാൽഷ്യം കാർബണേറ്റിനെ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എയറിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ചുണ്ണാമ്പ് കല്ലിനെ കാൽസിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് അഥവാ ലൈം ഉണ്ടാക്കുന്നത്. ഈ ലൈം കൂടുതലായിട്ട് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ലൈം വെള്ളത്തിൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് റീകണ്ടാമിനേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു മെത്തേഡ് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതായി പോകും. പിന്നെ അടുത്തത് അയഡിൻ ആൻഡ് ബ്രോമിൻ ട്രീറ്റ്മെൻ്റ് ആണ്. അയഡിൻ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ബ്രോമിൻ BR ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാട്ടറിലേക്ക് അയഡിനും ബ്രോമിനും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. ഇത് സാധാരണ വലിയ കൂടുതലായിട്ടുള്ള ലാർജ് സ്കെയിൽ പബ്ലിക് സപ്ലൈകളൊക്കെ ഉണ്ടാവില്ലേ, കുടിവെള്ളമൊക്കെ കൊടുക്കേണ്ട ആവശ്യം, അപ്പം അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അത്തരം സ്ഥലങ്ങളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് അല്ല കേട്ടോ, മാറിപ്പോയതാണ് പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് അയഡിൻ ആൻഡ് ബ്രോമിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വാട്ടർ സപ്ലൈ നടത്തുന്ന സ്ഥലങ്ങളിലൊന്നും അനുയോജ്യമല്ല. പക്ഷേ ചെറിയ വാട്ടർ സപ്ലൈയിലേക്ക്, അതായത് സ്വിമ്മിംഗ് പൂളുകൾ, പിന്നെ പ്രൈവറ്റ് പ്ലാന്റുകൾ, അവിടെയൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇനി ഓസോൺ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഓസോൺ ഗ്യാസ് എന്ത് ചെയ്യുക, വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ് അല്ലേ. അപ്പം ഇത് എന്ത് ചെയ്യും, ബാക്ടീരിയകളെയും ഓർഗാനിക് മാറ്ററുകളെയും ഒക്കെ വെള്ളത്തിൽ നിന്നും റിമൂവ് ചെയ്തോളും. ഈ ഒരു മെത്തേഡ് വളരെ കോസ്റ്റ്ലിയാണ്. ലാർജ് സ്കെയിൽ വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ട്രീറ്റ്മെൻറ്റ്, KMnO3 അതാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അപ്പം ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇതേപോലെ തന്നെ ബാക്ടീരിയസിനെ കില്ല് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കളറുകൾ, അയണുകളൊക്കെ വെള്ളത്തിൽ നിന്നും റിമൂവ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് സിൽവർ ട്രീറ്റ്മെൻറ്റ്. സിൽവർ ഒരു നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അപ്പം ഈ സിൽവർ അയണുകൾ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ജെർമിസൈഡാണ്. അതെന്ത് ചെയ്യും, വെള്ളത്തിലുള്ള ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്തോളും. മാത്രമല്ല അത് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് യാതൊരു ഇമ്പാക്റ്റും ഈ ഒരു സിൽവർ ഉണ്ടാക്കുന്നില്ല. ഈ മെത്തേഡ് വളരെ കോസ്റ്റ്ലിയാണ്. ഓക്കെ, സാധാരണ പബ്ലിക് വാട്ടർ സപ്ലൈകളിലൊക്കെ നമ്മൾ ഈ ഒരു സിൽവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി അൾട്രാവയലറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, UV റേസ്. അപ്പോൾ വെള്ളത്തിലോട്ട് UV റേസ് കടത്തി വിട്ടിട്ടാണ് ഈ ഒരു മെത്തേഡ് നടത്തുന്നത്. ഈ ഒരു മെത്തേഡിൽ കളറും ടേസ്റ്റും ഒക്കെ റിമൂവ് ചെയ്തോളും. ഓക്കെ, ഇതിൻ്റെ ഒരു ഡോസ് കൂടുതലായി കഴിഞ്ഞാലും അതത്ര വലിയ പ്രശ്നമല്ല. ഇത് വളരെ കോസ്റ്റ്ലിയാണ് ഈ ഒരു മെത്തേഡ്. അടുത്തതാണ് ബോയിലിങ്. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അത് ബാക്ടീരിയാസിനെ കില്ല് ചെയ്തോളും. ഓക്കെ, അപ്പം ഈ പബ്ലിക് വാട്ടർ സപ്ലൈകളിലൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളത്തെ ബോയിൽ ചെയ്യുക, പിന്നെ പൈപ്പിലൂടെ കണ്ടക്ട് ചെയ്യുക, അങ്ങനെ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡല്ല. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, എന്താണ് ഡിസ്ഇൻഫെക്ഷൻ എന്നും എന്താണ് ഡിസ്ഇൻഫെക്റ്റ്, പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്റ്റും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.